അസ്സലാമലൈക്കും. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ അവൾ ഈ കണ്ണടൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കേടാട്ടണത്, എവിടേക്കാണ് പോകുന്നതെന്നൊക്കെയല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ഒരു കട്ടപ്പാണ് കാണുന്നത്. അപ്പോൾ ലാലു രാവിലെ തന്നെ പറഞ്ഞു, ഇന്ന് 12 മണിയാകുമ്പോഴത്തേനും വരും, വേഗം മാറ്റി തന്നോണ്ടി, വന്നിട്ട് മാറ്റൽ കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടാ. പിന്നെ വന്നിട്ട് മാറ്റൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെറുതെ ഒരു ഭദ്രയുദ്ധം ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വേഗം മാറ്റി റെഡിയായി ലാലുവിനെ കാത്തുക്കട്ടെ. 12 മണിയായി, 12:15 12:30 ആയിട്ടും വരുന്നില്ല കേട്ടാ. അപ്പോൾ പിന്നെ നേരം പോലെ അപ്പോൾ പിന്നെ കണ്ണടൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞു നോക്കട്ടെ. എവിടേക്കെങ്കിലും പോകുമ്പോൾ പിന്നെ തിരിഞ്ഞും പറഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സുന്ദരിയാണെന്ന് നമുക്കറിയാം, എന്നാലും നമ്മളൊരു വിശ്വാസത്തിൽ നമ്മൾ തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കാം. ഇപ്പം നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ആരും നമ്മളോട് അറിയില്ലല്ലോ ഇത് സുന്ദരിയാണ് ചുരുക്കാണെന്നൊന്നും ആരും പറയില്ല. നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മളെ തന്നെ പുകഴ്ത്തി നടക്കണം കേട്ടോ. എന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ല നമ്മളെ പുകഴ്ത്താനും നമ്മളെ നല്ല പറയാനൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കല്യാണം കൂടാൻ പോട്ടെ കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോണ തിരക്കിൽ ലാലു സ്പീഡായിട്ടാണ് പോകുന്നത്. കാരണം ലാലുവിന് തിരിച്ച് കടയിക്കാനെ പോകണം. അപ്പോൾ ലാലു സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് എന്താ ഈ മുറുക്കി പിടിച്ചിട്ടുണ്ട്, ചില ഹെൽമെറ്റ് കൊയിനടി പോകണ്ട വെച്ചിട്ടാ. കാരണം ഹെൽമെറ്റ് ലൂസായിക്കണം. എനിക്ക് ടൈറ്റിൽ വെച്ചേരുന്നു കേട്ടോ. അതേമാതിരി ആരോ കൊണ്ടുപോയിട്ട് ഹെൽമെറ്റ് ലൂസാക്കിയിരിക്കണം. അപ്പോൾ എന്തായാലും കല്യാണം വരുന്ന തിരൂർ നെസ്റ്റോൻ്റെ ബാക്കിലുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. അതെന്തായാലും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് അപ്പോൾ മടിയായിട്ടോ, വലിയൊരു കല്യാണമായിരുന്നു. അങ്ങനെ ലാലും അപ്പുറത്ത് കൂടി പോയി. ഞങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ ഈ ഭാഗത്തേക്കും പോകുന്നിട്ടാ. അങ്ങനെ പിന്നെ ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഉള്ള ജനങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ചെയ്തിട്ട് അപ്പോൾ കുറേ നേരം നിന്നപ്പോൾ ഞങ്ങളവിടെ കുനാഫ ഉണ്ടായിരുന്നു. അപ്പോൾ കുനാഫൊക്കെ വാങ്ങി തിന്നിട്ടാ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാട്ടോ കുനാഫ എന്നുള്ളത്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല, കാരണം അതിൻ്റെ നെയ്യ് നല്ല ചുവക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് നെയ്യിൻ്റെ ചുവ പൊതുവേ പറ്റൂല കേട്ടോ, കാരണം എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഉള്ളിൽ കയറിയപ്പോൾ ആണ് അവസ്ഥ കേട്ടോ. വരി നിന്ന് വേണം ഫുഡ് വാങ്ങാൻ. എനിക്കവിടെ തീരെ ഇഷ്ടമല്ലാത്ത പരിപാടി കേട്ടത് ഈ വരി നിന്നിട്ടുള്ള ഈ ഫുഡ് വാങ്ങൽ. അപ്പോൾ പിന്നെ എന്തായാലും ചോറും ഇതൊക്കെ അപ്പോൾ നമ്മൾ വരി നിന്ന് വാങ്ങാനത് യാതൊരു നിവൃത്തിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മളെ അടുത്തേക്ക് ഫുഡ് വരില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വരി നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ടാ. ബ്രോസ്റ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ പുറം വന്നപ്പോൾ പലതരം സലാഡുകൾ കേട്ടോ. എന്തൊക്കെ എടുക്കണ്ടേ എന്തൊക്കെ തിന്നിട്ടെന്നൊന്നും യാതൊരു പിടുത്തമില്ല കേട്ടോ. ഈ എടുക്കണമെന്നുള്ളൂ കേട്ടോ. തീറ്റൊക്കെ ബാക്ക് കേൾക്കാറ്. പിന്നെ ചെമ്മീനായിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം എവിടെ നോക്കിയാലും ഫുഡിൻ്റെ അതായിരുന്നു. അപ്പോൾ പിന്നെ ഏതൊക്കെ വേങ്ങണ്ടേ ഏതൊക്കെ തിന്നണ്ടേ യാതൊരു പിടുത്തമില്ല കേട്ടോ. പിന്നെ ഒരുവിധമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ തീറ്റൻ്റെ പരിപാടി ചെയ്തിട്ടാ. പിന്നെ അങ്ങനെ തിന്നിരിക്കുമ്പോൾ ഉണ്ടിട്ട് ലാലു വിളിച്ചിട്ട് കഴിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ടും, കാരണം ലാലുവിന് തിരിച്ച് കടയിൽ കാണും. പിന്നെ വേഗം തിന്നിട്ടാം. തിന്നപ്പോഴാണ് എൻ്റെ വെള്ളം കുടിച്ചാൽ മറന്നും ചെയ്തിട്ടാ. കാരണം ലാലു ധൃതി വിട്ടുണ്ട്. ലാലുവിന് വേഗം ഫുഡ് കിട്ടിയിരിക്കണം. ഞങ്ങൾക്ക് കുറേ ടൈം നിന്നിട്ടേ ഫുഡ് കിട്ടി. ഞാൻ കൈയൊക്കെ കഴുകി കൈയൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി. പിന്നെ അവിടെ മര്യാദക്ക് ഇങ്ങനെ പല്ലുത്തോണ്ടി വെക്കട്ടോ. പിന്നെ എന്തായാലും ഇപ്പോൾ അതിനെ വെറുതെ വിട്ടണ്ടല്ലോ വെച്ചിട്ട് ആ ഒരു പല്ലുത്തോണ്ടി കൈക്ക് പിടിച്ച് വേഗം പോകുന്നിട്ട്. അവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും പല്ല് തോണ്ടൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ ഒരു സഞ്ചാരം. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് പോകുന്ന മേലെ പോയിട്ട് ഇങ്ങനെ പുതിയണ്ണിനും ചെക്കനൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോന്നിട്ട് ഞാനും ലാലും വേഗം പോകുന്നു. ഉമ്മീട്ട് അവിടെ നിന്നിട്ടോ. അങ്ങനെ ലാലു എന്നെ പെരയിലാക്കി തരാൻ വേണ്ടി കൊണ്ടാക്കാനുള്ള ധൃതി കേട്ടോ. അപ്പോൾ എന്നെ ആക്കി തന്നിട്ടാണ് ലാലുവിന് തിരിച്ച് പോകാൻ. അപ്പോഴാണല്ലോ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരൂർക്ക് എത്തിയപ്പോൾ പിന്നെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ച് പോരുമ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞു അവിടുന്ന് വെള്ളം കുടിച്ചാൻ പറ്റില്ല, എനിക്ക് ടീല് വാങ്ങി തന്നാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ടീലോ. ഈ 10 റുപ്യേൻ്റെ ടീലോ തന്നെ അധികം കുടിച്ചുള്ളൂ. സെവനപ്പൊന്നും വല്ലാതെ പോയില്ല, എന്നാലും ഇഷ്ടമൊക്കെ തന്നെ കേട്ടോ. പിന്നെ എന്തായാലും 10 റുപ്യേൻ്റെ ടീലൊക്കെ വാങ്ങി കുടിച്ചാവും. അതാണ് കുടിച്ചപ്പോൾ കുറേ സമാധാനമായിട്ടോ. കാരണം അവിടുന്ന് വെള്ളം കുടിച്ചാൻ പറ്റാത്ത കാരണം ഞാൻ പറയും നെഞ്ഞത്ത് ചോറ് നിൽക്കണേ ഇറങ്ങിയിട്ടില്ല എന്ന് കളിയാക്കി നിന്നിട്ട് ലാലുവിനോട്. അപ്പോൾ ലാലു എന്നോട് പറഞ്ഞു എനിക്ക് വെള്ളം കുടിച്ചുണ്ടായില്ല. ഞാൻ പറഞ്ഞു വെള്ളം കുടിച്ചുള്ള നേരം ഉണ്ടായിരുന്നു, ഞങ്ങൾ തൊയിരം നേരമായിട്ട് വെള്ളം ഒന്നും കുടിച്ചാതെ നീച്ച് വന്നേന്നാണ് കേട്ടോ. പിന്നെ ലാലു എനിക്ക് അവിടുന്ന് മുട്ടായൊക്കെ വേഗം തന്നേന്ന് കേട്ടോ. അപ്പോൾ ഈ മുട്ടായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മുട്ടായൊക്കെ തിന്നിരുന്നു. അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. ലാലു കടയിലേക്കും പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിട്ടാണ് പെരയിൽ. ഇപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ അല്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ എന്താ അങ്ങനെ നോക്കി നിന്നിട്ട് എന്തായാലും വേഗം കടന്നുറങ്ങാൻ കരുതിയിട്ട് അങ്ങനെ ജനാലൊക്കെ പൂട്ടിയിട്ടാണ്. ജനാല തുറന്നിട്ട് കടന്നുറങ്ങിയാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇടി കിട്ടുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടും മുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് 8ൻ്റെ പണി കിട്ടും. അപ്പോൾ പിന്നെ എന്തായാലും ജനാലൊക്കെ അടക്കും കേട്ടോ. പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ ഇതേമാതിരി ഉച്ചയ്ക്ക് ജനാലൊക്കെ അടച്ചിട്ട് കർട്ടൻ താത്തിയിട്ട് റൂം ഇർട്ടാക്കും കേട്ടോ. എനിക്ക് ഇർട്ടത്ത് കിടക്കാനാട്ടോ ഇഷ്ടം. അങ്ങനെ പിന്നെ എന്തായാലും കർട്ടനൊക്കെ താത്തി റൂമൊക്കെ നല്ല ഇർട്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.